പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും 5 കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി എത്തേണ്ടതുണ്ട്. വാക്കുകളിൽ നമുക്കൊക്കെ ഒറ്റ നിശ്ചയമുള്ളൂ. വടകരയുടെ അജയ്യനായ ഈ സ്ഥാനാർത്ഥിയെ നമ്മൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഈ അർദ്ധരാത്രിയിൽ കൂടിയ വലിയ ജനക്കൂട്ടം എരവിട്ടൂരിന്റെ മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈകിക്കുന്നില്ല. നമ്മുടെ സ്ഥാനാർത്ഥിയെ സംസാരിക്കുന്ന വേണ്ടി ആരാധനമാണ്. ആളായിട്ടല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് മാത്രം ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നു. ചില കള്ളപ്പരാതികൾക്ക് നേരെ നമ്മളും നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതും കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾ ഇന്നേ വരെ എൻ്റെ നാമമെന്ന് വേണ്ടാത്തൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എൻ്റെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലാണ്ടെയോ നേരിട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയെങ്കിലും ആരെങ്കിലും വ്യക്തിഹത്യ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്ന ആളുമല്ല. വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ആളല്ല ഞാൻ. ഉള്ളത് പറഞ്ഞാൽ തന്നെ ജയിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഇപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ ചേർന്ന് നിൽക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഡിവൈഎഫ്ഐക്കാരൻ വരും, അവൻ പറയുക നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ഷാഫിയുടെ പേര് ഷാഫി എന്നാണ്, അതുകൊണ്ട് ഷാഫിക്ക് എങ്ങനെ നമ്മൾ വോട്ട് ചെയ്യും? നമ്മൾ ടീച്ചർക്ക് ആസാദും പട്ടേലും ഉൾക്കൊള്ളുന്ന പൂർവ്വസൂരികളുടെ ആത്മാക്കളോട് നാം ചെയ്യുന്ന പാതകമായി പോകുമത് എന്ന് വൈകാരികമായി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. ഒരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. RSS വളരെ കൃത്യമായി കരുക്കൾ നിൽക്കുകയാണ്.